ഹലോ മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ വിത്ത് സുമി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസ് 8 ബയോളജി, അതിൻ്റെ ചാപ്റ്റർ 3 ആയ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ തിയറിയെക്കുറിച്ച് പഠിച്ചു അല്ലേ. സെൽ തിയറി എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ എന്താണ് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ് അല്ലേ. സെൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഈ സൂക്ഷ്മങ്ങളായ ഈ കോശങ്ങളെയൊക്കെ നമുക്ക് നിരീക്ഷിക്കുന്നതിന് മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ രണ്ട് തരം സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ ഡൗട്ട് നോക്കിയേ. ഹൗ ക്യാൻ വി ഒബ്സർവ് ആൻഡ് സ്റ്റഡി ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ ത്രൂ എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിലും കാണാൻ പറ്റാത്ത ചെറിയ സൂക്ഷ്മ ജീവികളുണ്ടാവുമല്ലോ, അതിനെ എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കുക? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? എങ്ങനെയാണ് നമ്മൾക്ക് അങ്ങനെ കണ്ണിലെ ഏറ്റവും ചെറിയ സൂക്ഷ്മജീവികളൊക്കെ നിരീക്ഷിക്കാൻ? ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്റ്റ് മോർ ദാൻ മില്യൺ ടൈംസ്. അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 10 മടങ്ങ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് ആര്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ് സെൽസ്, വൈറസസ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ. അപ്പോൾ കോശങ്ങളെയും അതുപോലെ തന്നെ വൈറസിനെയും അതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ അതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് വിശദമായ നിരീക്ഷണത്തിനായിട്ട് സഹായിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് കേട്ടോ. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ലൈറ്റിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആർ യൂസ്ഡ് ഇൻ നൗ ഡേയ്സ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇൻ 1934 ജർമ്മൻ സയൻറ്റിസ്റ്റ് ഏർനെസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ ഇൻവെൻറ്റഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആദ്യമായി കണ്ടുപിടിക്കുന്നത് 1934 ആരൊക്കെയാണ്? ഏർനെസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ. ഓക്കെ, ഇവരാണ് ആദ്യമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്ത്. ഇൻ ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആർ യൂസ്ഡ് ടു ഫോക്കസ് എ ബീം ഓഫ് ഇലക്ട്രോൺ ഓൺ ടു ദ സ്പെസിമെൻ അലൗവിങ് for much higher resolution imaging compared to the late microscope. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ നിന്ന് കേന്ദ്രീകരിക്കാനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അതിലുള്ള വസ്തുവിനെ നിരീക്ഷിക്കാനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റുകൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള ഒരു കാഴ്ചകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് ബ്ലഡ് സെൽ എന്താണ്? RBC അല്ലേ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ. റെഡ് ബ്ലഡ് സെൽ നമ്മളുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ അല്ലേ. അപ്പോൾ ഇവിടെ റെഡ് ബ്ലഡ് സെൽ എത്ര വലുതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അല്ലേ. അതേപോലെ COVID-19 വൈറസ്. ഓക്കെ, പിന്നെ പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടിയില്ലേ, പൂക്കളിൽ ഉണ്ടാകുന്ന ആ പൊടി അതാണ് കേട്ടോ പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ എത്ര വലുതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കി, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ 1.2 കമ്പയർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്. അപ്പോൾ പെക്യുലാരിറ്റീസ് അതിൻ്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ സവിശേഷതകൾ താരതമ്യം ചെയ്യാനാണ് കേട്ടോ. നീഡ് ഓഫ് ലൈറ്റ്, മാഗ്നിഫൈയിങ് പവർ, ലെൻസ്. അപ്പോൾ നീഡ് ഓഫ് ലൈറ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ്? നമുക്ക് ലൈറ്റ് ആവശ്യമുണ്ട് അല്ലേ. വിസിബിൾ ലൈറ്റാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താണ് യൂസ് ചെയ്യുന്നത്? യൂസസ് ഇലക്ട്രോൺ ബീം. ഇനി മാഗ്നിഫൈ പവർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1000 മടങ്ങ് അധികത്തിലായിട്ട് കാണിക്കും. 1000 ടൈംസ് ലാർജർ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ മില്യൺ ടൈംസ് ലാർജർ അല്ലേ. ഇനി ലെൻസസ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മൈക്രോസ്കോപ്പിക് വ്യൂ ആയിട്ടുള്ള കുറച്ച് ആനിമൽ സെൽ, RBC, മൈറ്റോകോൺഡ്രിയ, വൈറസ്, പ്രോട്ടീൻ, ബാക്ടീരിയ, DNA ഇതിൻ്റെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ. അപ്പോൾ ഈ ഒരു പിക്ചർ ഒബ്സർവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേജിലുണ്ട്. ഓക്കെ, അപ് ടു വാട്ട് സൈസ് ടൈനി ഒബ്ജക്റ്റ് ക്യാൻ ഒബ്സർവ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്, അനലൈസ് ദ ഇല്യൂസ്ട്രേഷൻ 9.3 ആൻഡ് പ്രിപ്പയർ എ നോട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും അതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലും കണ്ട ഒബ്ജക്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിയേ ഇവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണെങ്കിൽ വി ക്യാൻ ഒബ്സർവ് ദ ഒബ്ജക്റ്റ് ഫ്രം അബൌട്ട് 100 നാനോമീറ്റർ ടു 100 മൈക്രോമീറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയത്. ബാക്ടീരിയ, ഈസ്റ്റ്, പ്ലാന്റ് സെല്ല്, റെഡ് ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ ആനിമൽ സെൽ, പാരാമേഷ്യം, എഗ്ഗ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നോക്കിയേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ വി ക്യാൻ ഒബ്സർവ് ദ ഒബ്ജക്റ്റ് എക്സ്ട്രീംലി സ്മോൾ സ്ട്രക്ചർ ഫ്രം അബൌട്ട് 0.1 നാനോമീറ്റർ ടു 10 മൈക്രോമീറ്റർ. ഓക്കെ, ചെറിയ ഒബ്ജക്റ്റിനെ പോലും വലിയതാക്കിയിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ. ദാറ്റ് മീൻസ് ആറ്റം നമുക്ക് കാണാൻ കഴിയും, അതാണ് ആറ്റം. പിന്നെ DNA, പ്രോട്ടീൻ, വൈറസ്, മൈറ്റോകോൺട്രിയ, ബാക്ടീരിയം, ഇതൊക്കെ നമുക്ക് വലിയതാക്കിയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് മച്ച് സ്മോളർ ഒബ്ജക്റ്റ് വിത്ത് ഹയർ മാഗ്നിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഏറ്റവും ചെറിയ ഒബ്ജക്റ്റിനെ പോലും നല്ല റെസൊല്യൂഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലെറ്റ്സ് ഒബ്സർവ് സെൽ, കോശങ്ങളെ, സെൽസിനെ നിരീക്ഷിക്കാം. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓർഗാനിസം ഹാവ് സെൽ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഇൻ ദെയർ ബോഡീസ്. അപ്പോൾ നമ്മൾ ജീവികളുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരത്തിൽ പല ആകൃതിയിലും പല വലിപ്പത്തിലും പല ഷേപ്പിലുള്ള കോശങ്ങളുണ്ട് അല്ലേ. ഡു ഓൾ സെൽസ് ഫങ്ഷൻ ഇൻഡിവിജ്വലി ഓർ ഡു ദേ പെർഫോം വേരിയസ് ഫങ്ഷൻ ടുഗെദർ? അപ്പോൾ ഈ കോശങ്ങളെല്ലാം ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് ചേർന്നിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയ ഒരു ഒബ്സർവ് ദ സെക്ഷൻ ഓഫ് എ സ്റ്റെം ആൻഡ് ഡ്രോ ദ ഡയഗ്രാം, കമ്പയർ ദ ഡയഗ്രാം വിത്ത് ഫിഗർ 9.9. അപ്പോൾ ഇവിടെ നോക്കിയ ഇവിടെ ഒരു സ്റ്റെമ്മില്ലേ, സ്റ്റെമ്മിൻ്റെ സെക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെമ്മില്ലേ, ആ സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്തിട്ട് അതിനെ നിങ്ങൾ മൈക്രോസ്കോപ്പുമായിട്ട് നിരീക്ഷിച്ചിട്ട് ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. എന്നിട്ട് അതിനെ ഇവിടെ കാണുന്ന 9.9 ആയില്ലേ, ഇതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ ടേക്കിംഗ് ക്രോസ് സെക്ഷൻ ഓഫ് എ സ്റ്റെം? ഡ്രോ ഇൻഫറൻസ് ബൈ ഡിസ്കഷൻ യൂസിങ് ഇൻഡിക്കേറ്റർ ഗിവൺ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കാനായിട്ട് ഒരു സ്റ്റെമ്മിൻ്റെ സെക്ഷന് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. വൈൽ പ്രിപ്പയറിങ് ദ സ്ലൈഡ്, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാകണം, ഈ സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ സെൽസൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ സ്റ്റെയിനിങ്, അതുപോലെ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ഏറ്റവും മിതമായ രീതിയിലുള്ള സ്റ്റെയിനിങ് ആണ് വേണ്ടത് കേട്ടോ. പിന്നെ ഒബ്സർവിങ് ഇൻ ഹൈ പവർ ആൻഡ് ലോ പവർ. അപ്പോൾ പിന്നെ നമുക്കതിന് എന്താണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുന്ന തരത്തിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ, ആ ഒരു രീതിയിൽ. ഞാനിതിൻ്റെ ഒരു വീഡിയോസ് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റെമ്മിൻ്റെ സെക്ഷനാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആർ ദീസ് ദ സെൽസ് ഇൻ ദ ലീഫ് സിമിലർ ടു ദോസ് ഇൻ ദ സ്റ്റെം? അപ്പോൾ ഈ സ്റ്റെമ്മിലെ സെക്ഷനും അതുപോലെ ലീഫിലത്തെ സെക്ഷനും എടുത്താൽ അതിൻ്റെ സെല്ലൊക്കെ ഒരേപോലെയാണോ, അത് കമ്പയർ ചെയ്യാനാണ്. മൈക്രോസ്കോപ്പിക് വ്യൂ കുറച്ച് എൻലാർജ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. യു ഹാവ് ഒബ്സർവ്ഡ് ദ ഡൈവേഴ്സ് സെൽ ഇൻ ദ ലീഫ് ആൻഡ് സ്റ്റെം, ഹാവ് യു? അപ്പം നിങ്ങൾ രണ്ടിലെയും കോശങ്ങളെ കുറിച്ച് നോക്കിയല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ഫിഗറിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ എൻലാർജ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒന്ന് ഗ്രീൻ കളറിൽ കാണുന്നത് എന്താണ്, ലീഫിൻ്റെ സെക്ഷൻ എൻലാർജ് ചെയ്തതാണ് അല്ലേ, പ്ലാന്റ് ലീഫിൻ്റെത്. മറ്റേത് സ്റ്റെമ്മിൻ്റെ സെക്ഷൻ അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ സെൽസിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഉണ്ടതെന്ന് ചോദിക്കാം അല്ലേ. നമുക്ക് ഇപ്പോൾ ഇതിൽ കണ്ടാൽ അറിയാം, ഒന്ന് സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് ഈ പ്ലാന്റ് സ്റ്റെമ്മിൻ്റെത് കാണുന്നത് അല്ലേ. അപ്പോൾ അതിൽ സെൽസൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കോൺസെൻട്രിക് ലെയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ സൈലം ആൻഡ് ഫ്ലോയം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സൈലം ഫ്ലോയം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ലാസ്റ്റ് ഇയറിൽ എന്താണ് സൈലം എന്ന് വെച്ചാൽ അതൊരു പ്ലാന്റ് ടിഷ്യൂ ദറ്റ് ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽസ്, വാട്ടറും മിനറൽസും ക്യാരി ചെയ്യുന്ന പ്ലാന്റ് ടിഷ്യൂ ആണ്. ഫ്ലോയം എന്ന് വെച്ചാൽ ഫുഡ് ക്യാരി ചെയ്യുന്ന പ്ലാന്റ് ടിഷ്യൂ ആണ്. നെക്സ്റ്റ് ലീഫിൽ, അപ്പോൾ അതിൽ നമുക്കൊരു കോൺസെൻട്രിക് പിക്ചർ അല്ല അല്ലേ, ഒരു സെക്ഷണൽ വ്യൂ ആണ് ലീഫിൻ്റെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലും സെൽസ് അറേഞ്ച് ചെയ്യുന്ന ഇതിലും സെൽസിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിഫറെൻ്റ് ആണുള്ളത് അല്ലേ. പക്ഷേ ഇങ്ങനെ സെൽസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലേ. സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ ലീഫിൻ്റെ ക്രോസ് സെക്ഷനും, സ്റ്റെമ്മിൻ്റെത് സർക്കുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ലീഫിൻ്റെത് ലെയർ അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്
സെൽ ഓർഗനൽസ് ആണ് കേട്ടോ. അപ്പോൾ സെൽസിൻ്റെ ഓർഗൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ എന്താണ് ഓരോ പാർട്സും എന്താണെന്ന് നമ്മളിവിടെ അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. സെൽ വാൾ. Cell wall is a rigid layer outer to the cell membrane. It provides protection and shape to the cell. Okay. അപ്പോൾ സെൽ വാള് എന്ന് പറയുന്നത് എന്താണ്? സെൽ മെംബ്രെയിന് ഏറ്റവും പുറമേയുള്ള പാളിയാണ് സെൽ വാൾ എന്ന് പറയുന്നത് കേട്ടോ. കോശഭിത്തി എന്ന് പറയും. ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദ സെൽ. അപ്പോൾ ഈ ഒരു സെല്ലിന് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഷേപ്പും കൊടുക്കുന്നത് എന്താണ്? ഈ ഒരു സെൽ വാളാണ്. ഓക്കെ. ഇൻ പ്ലാന്റ്സ് സെൽ വാൾ ഈസ് മെയിൻലി മേഡപ്പ് ഓഫ് സെല്ലുലോസ്. അപ്പോൾ പ്ലാന്റ്സിൽ ഈ സെൽ വാള് മേഡപ്പ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ, സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ്. ഇനി സെൽ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിനെയാണ് സെൽ വാൾ കവർ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും കേട്ടോ. ദ സെൽ മെംബ്രെയിൻ ഈസ് എ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ ലെയർ ദാറ്റ് സറൗണ്ട് ദ സെൽ. സബ്സ്റ്റൻസസ് എൻറ്റർ ആൻഡ് ലീവ് ദ സെൽ ത്രൂ ദിസ് മെംബ്രെയിൻ. അപ്പോൾ ഈ ഒരു സെൽസിനെ പൊതിഞ്ഞിരിക്കുന്ന വളരെ നേർത്തതും അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാളിയാണ് എന്ത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സബ്സ്റ്റൻസ് ഒക്കെ സാധാരണ ഈ ഇതിലേക്ക് പ്രവേശിക്കുന്നത്, കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്ത് കിടക്കുന്നതൊക്കെ ഈ മെംബ്രെയിനിലൂടെയാണ്. ദ പ്ലാസ്മ മെംബ്രെയിൻ ഡസ് നോട്ട് അലോ ഓൾ ദ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ. പക്ഷേ എല്ലാ വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇത് കടത്തിവിടത്തില്ല. ഓക്കെ. ദെയർഫോർ ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് നോൺ ആസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെംബ്രെയിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ. ഒബ്സർവ് ദ സ്ട്രക്ചർ ഓഫ് ദ സെൽ മെംബ്രെയിൻ ആസ് ഇല്യൂസ്ട്രേറ്റഡ് ബിലോ. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ ഇല്ലേ, അതിൻ്റെ എൻലാർജ്ഡ് പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. അപ്പം നോക്കി എന്തൊക്കെയുണ്ട് അതിൽ? പ്രോട്ടീൻ മോളിക്യൂൾസ്, ലിപ്പിഡ് ലെയർ ഉണ്ട്, പിന്നെ പ്രോട്ടീൻ മോളിക്യൂൾസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം. പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിങ് ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഓക്കെ. അപ്പോൾ ഇനി ഈ സെൽസിനകത്തുള്ള മൊത്തം സംഭവത്തിനെയും നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഓക്കെ. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? ഈ ന്യൂക്ലിയസും സൈറ്റോപ്ലാസും എല്ലാം അടങ്ങുന്നതില്ലേ, അതിനെ മൊത്തത്തിൽ പ്രോട്ടോപ്ലാസം എന്ന് നമ്മൾ പറയും. ഓക്കെ. ഇനി സൈറ്റോപ്ലാസം. എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദറ്റ് ഫിൽ ദ സെൽ. സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ ഒരു ജെല്ലി ടൈപ്പ് സബ്സ്റ്റൻസ് ഉണ്ട് ഈ കോശത്തിനകത്ത്. ഇതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൾ ദ ഓർഗനൽസ് ഇൻ ദെയർ പ്ലേസ് ആൻഡ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളൊക്കെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഈ സൈറ്റോപ്ലാസം ചെയ്യുന്നത്. ഓക്കെ. ഇനി സെൽ ഓർഗനൽസ്. ഓക്കെ. ഈ സൈറ്റോപ്ലാസത്തിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതാണ് സെൽ ഓർഗനൈസ് ആയിട്ടുള്ളത് കേട്ടോ. സെൽ ഓർഗനൽസ് ആസ് ദ parts of that perform function necessary for survival and functioning of the cell. Let us familiarize certain major cell organelles. അപ്പോൾ സൈറ്റോപ്ലാസത്തിനകത്ത് കാണപ്പെടുന്നതും അതുപോലെ തന്നെ ഈ ഒരു സെല്ലിൻ്റെ നിലനിൽപ്പത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളെയാണ് സെൽ ഓർഗനൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് ന്യൂക്ലിയസ്, ഗോൾഗി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ. ഓക്കെ. ഇത് നാലുമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ന്യൂക്ലിയസ് നമുക്ക് നോക്കാം. ന്യൂക്ലിയസ് ആണ് മർമ്മം അല്ലേ. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ദറ്റ് കൺട്രോൾസ് ദ സെൽ. അപ്പോൾ ന്യൂക്ലിയസ് ആണ് ഏറ്റവും പ്രധാനം അല്ലേ. അപ്പോൾ ഇത് നിയന്ത്രണ കേന്ദ്രം, ആ ഒരു സെല്ലിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത്. ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ഈസ് ദ സ്ട്രക്ചർ ദറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ് വിത്തിൻ ദ സൈറ്റോപ്ലാസം. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിനകത്ത് എന്താണ് ഒരു നെറ്റ്വർക്ക് പോലെയുള്ളൊരു സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രോമാറ്റിൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ സൈഡിൽ. ഓക്കെ. ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ ദിസ് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസ് ഇൻ ടു ക്രോമസോം. അപ്പോൾ സെൽ ഡിവിഷൻ നടക്കുമല്ലോ, കോശവിഭജനം നടക്കുമല്ലോ. ആ സമയത്ത് എന്താവും? ഈ ഒരു ഈ ഒരു ക്രോമാറ്റിൻ ക്രോമസോംസ് ആയിട്ട് മാറും. There is also a part called nucleolus with the nuclei. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിനുള്ളിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയോളസ് കൂടി ഉണ്ട്. ഓക്കെ. അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു ന്യൂക്ലിയോളസും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഗോൾഗി അപ്പാരറ്റസ് നോക്കാം. These are the cell organelles that appear as stacked membrane layers. These organelles transport protein and lipid into various parts of the cell and outside the cell wrapped in a membranous sac. അപ്പോൾ ഒരു സെൽസിനുള്ളിൽ ഇങ്ങനെ അടുക്കി വെച്ച പാളികൾ പോലെ കാണപ്പെടുന്നതാണ് എന്ത്? ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ് ടു ദ വേരിയസ് പാർട്ട് ഓഫ് ദ സെൽ. ഓക്കെ. സെൽസിൻ്റെ എല്ലാ ഭാഗത്തേക്ക് പ്രോട്ടീനും ലിപ്പിഡിനൊക്കെ
സെൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാത്രമല്ല, സെൽസിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ പുറമത്തേക്കും ഒക്കെ അയക്കുന്നത് ആരാണ്? ഈ ഗോൾഗി അപ്പാരറ്റസ് ആണ്. നെക്സ്റ്റ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദീസ് ഓർഗനൽസ് അപ്പിയർ ആസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് വിത്ത് ദ സെൽ. അപ്പോൾ ഇത് കോശത്തിനുള്ളിലൊരു കുഴലുകൾ പോലെ കാണപ്പെടും അല്ലേ? പിക്ചറിൽ കാണാൻ നമുക്കറിയാമല്ലോ, ചെറിയ ചെറിയ പൈപ്പ് പോലെയായിട്ട് കാണാം. സെർവ്സ് ആസ് എ പാത്ത് ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ കോശത്തിനുള്ളിലേക്ക് എന്തെങ്കിലും പദാർത്ഥങ്ങളൊക്കെ എത്തിച്ചേരുന്നത് ഇതിലൂടെയാണ് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ബൈ ദ സെൽ. അപ്പോൾ സെൽസിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും അത് നീക്കം ചെയ്യുന്നതൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ്, മൈറ്റോകോൺട്രിയ. എനർജി പ്രൊഡക്ഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. It stores energy obtained from oxidation of glucose and distributes its as and when required. ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ ഉൽപ്പാദന കേന്ദ്രം അറിയപ്പെടുന്ന ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലവുമായി ബന്ധപ്പെട്ട ഊർജ്ജത്തെ സംഭരിച്ചു വയ്ക്കുകയാണ് മൈറ്റോകോൺട്രിയ ചെയ്യുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയൊക്കെ സംഭരിച്ച് വയ്ക്കുക അല്ലേ, അത് ആവശ്യമുള്ളപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെയാണ് മൈറ്റോകോൺട്രിയ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്ലാസ്റ്റിഡ്സ്. Plastids are specific part in the plant cell that help in the synthesis and storage of food material. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് പാർട്ടാണ്. അത് പ്ലാന്റ് സെല്ലിനകത്ത് എന്താണ് ഫുഡ് സിന്തസിസ് ചെയ്യാനും അത് സ്റ്റോറേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ദേ ഹാവ് 2 ലെയർഡ് മെംബ്രെയിൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് പെർഫോം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനൊരു 2 ലെയർ മെംബ്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. ഏതൊക്കെ നോക്കാം? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് പെർഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ദ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സ് ആൻഡ് ഗ്രീൻ സ്റ്റെം. ഓക്കെ, ഇത് ലീവ്സിലും അതുപോലെ ഗ്രീൻ സ്റ്റെമ്മിലും ഒക്കെയാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. ദേ കണ്ടെയ്ൻ ഗ്രീൻ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ. അപ്പോൾ ഇത് അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രീൻ പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ. ഓക്കെ, ഇറ്റ് ഹെൽപ്പ് ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ സിന്തസൈസിങ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇത് സൺലൈറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്രോമോപ്ലാസ്റ്റ്. These are colored plastids seen in the fruits and flowers. They contain pigment that impart red, orange and yellow color. They attract the animal for pollination and seed dispersal. അപ്പോൾ ഈ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഫ്ലവറിലും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകുന്ന കേട്ടോ. അപ്പോൾ അതിൽ റെഡ് പിഗ്മെൻറ്റ്, ഓറഞ്ച്, യെല്ലോ പിഗ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അനിമൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യും, എന്തിനാണ്? സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ പോളിനേഷൻ ഒക്കെ ആയിട്ട്. Leucoplast. White or colorless plastids found in the seed, root and stem. Leucoplast store substance like starch, oil and protein. ഓക്കെ, അപ്പോൾ ഇത് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ സീഡ്സിൽ, റൂട്ടിൽ, സ്റ്റെമ്മിലൊക്കെയാണ് നമുക്ക് ഈ ല്യൂക്കോപ്ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യാനായിട്ട്, സ്റ്റാർച്ച് അല്ലെങ്കിൽ ഓയിൽ, പ്രോട്ടീനൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, വാക്യൂൾ. വാക്യൂൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം അല്ലേ, ഒരു ബ്ലൂയിഷ് കളർ കാണുമല്ലോ. വാക്യൂളാണ് കേട്ടോ. സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻ ആൻഡ് വേസ്റ്റസ്. യൂഷ്വലി ലാർജ് വാക്യൂള് ആർ സീൻ ഇൻ പ്ലാന്റ് സെൽ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സെല്ലിൽ ഇതുപോലത്തെ വലിയ ലാർജ് ആയിട്ടുള്ള വാക്യൂൾസ് കാണാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ വാട്ടർ അല്ലെങ്കിൽ ന്യൂട്രിയൻസോ വേസ്റ്റസോ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. റൈബോസോം. ദേ ആർ ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഐദർ ഫ്രീലി ഓർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, സൈറ്റോപ്ലാസത്തിനകത്ത് കാണുന്നതാണ്. ഒന്നെങ്കിൽ അത് ഫ്രീ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് അറ്റാച്ച് ചെയ്ത രീതിയിലായിരിക്കും കാണുന്നത്. ഫംഗ്ഷൻ ആസ് സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ആദ്യം ഒരു പ്ലാന്റ് സെൽസ് കണ്ടല്ലോ. അപ്പോൾ അതിനി നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. നമ്മൾ അതിനുള്ള സംഭവമൊക്കെ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഔട്ട്സൈഡ് കാണുന്ന ഗ്രീൻ സ്ട്രക്ചർ എന്താണ്? സെൽ വാളാണ് അല്ലേ. ഇതിനകത്ത് കാണുന്ന ആ ഒരു ബ്രൗണിഷ് ലെയർ എന്താണ്? സെൽ മെംബ്രെയിൻ. ഓക്കെ, ഇനി ഏറ്റവും മിഡിലായിട്ട് കാണുന്നത് ന്യൂക്ലിയസ് ആണ് അല്ലേ. പിന്നെ വാക്യൂളുണ്ട്. ബ്ലൂയിഷായിട്ട് കാണുന്നത് എന്താണ്? ഗോൾഗി അപ്പാരറ്റസ് അല്ലേ. പിന്നെ ബ്രൗൺ കളർ കാണുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അല്ലേ. പിന്നെ ഇത് സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ. ഓക്കെ, ഗ്രീൻ കളറിൽ കാണുന്നത് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട്. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.